നമസ്കാരം. പതിരും കതിരും. എങ്കിലും ശൈലജെ നമ്മൾ കാണും സങ്കല്പലോകമല്ലിയുലകം. എന്തൊക്കെ ബഹളമായിരുന്നു. അമേരിക്കയിലെ ടെക്സാസിൽ നിന്നും വിളിക്കുന്നു, മഹാരാഷ്ട്രയിൽ നിന്നും രാജേഷ് കോബ്രഡെ വിളിക്കുന്നു, ന്യൂയോർക്കിൽ നിന്നും വിളിക്കുന്നു. ടീച്ചറമ്മ ഉറങ്ങാതിരുന്ന് നമ്മെ കാത്തു പരിപാലിച്ചതും പഴംതീരി വവ്വാലുകളെ തുരത്തി നിപ്പയിൽ നിന്നും രക്ഷിച്ചതും കൊറോണ എന്ന ജ്വരകീടത്തെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നതും എല്ലാം പാർട്ടി മറന്നാലും പാവം ജനങ്ങൾ മറക്കില്ല. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിന്നും ഫാറൂഖ് അബ്ദുള്ള വന്ന് പിണറായി വിജയനെ കെട്ടിപ്പിടിച്ചപ്പോൾ ശൈലജ FBയിൽ കുറിച്ചത് അതിജീവനം സമരമാകുന്ന രാജ്യത്ത് ആലിംഗനം മുദ്രാവാക്യമാണത്രേ. അപ്പോൾ ഡോക്ടർ ചിന്തക്കുല ചേച്ചി തെരുവിൽ പറഞ്ഞ തെറിയിലൂടെ അല്ലാതെയും ആലിംഗനത്തിലൂടെ നമുക്ക് മുദ്രാവാക്യം വിളിക്കാം അല്ലേ ടീച്ചറെ? എന്തായാലും പാർട്ടി ശൈലജയെ സ്നേഹിച്ച് ഒരൊറ്റ ആലിംഗനമായിരുന്നു, ധൃതരാഷ്ട്രാലിംഗനം. ദാ കിടക്കുന്നു ശൈലജ തവിടുപൊടിയായി. ടീച്ചർക്ക് ഭയങ്കരമായി പ്രായമായി പോലും. ശൈലജയേക്കാൾ 10-20 വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പക്കാരനാണല്ലോ പിണറായി വിജയൻ. പിറക്കാതെ പോയ ഉണ്ണിക്കുട്ടന് 100ൻ്റെ നെറുകയിലെത്തുമ്പോഴും മത്സരിക്കാം. വേറൊരു ക്ലാപ്റ്റനെ നമുക്ക് എടുക്കാനില്ല. ടീച്ചർ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. മട്ടന്നൂരിൽ നിന്നും ജയിച്ചു കയറി വരുമെന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്നും ഒക്കെ. എല്ലാം ചീറ്റിപ്പോയി. മട്ടന്നൂരിൽ പാർട്ടിയുടെ ജയം നിഷ്പ്രയാസമാണ്. അവിടെ മത്സരിക്കാൻ ലോകമാതാ തന്നെ വേണമെന്നില്ല പോലും. എന്നാൽ ശൈലജയ്ക്ക് സമ്മതമാണെങ്കിൽ 3 തവണ പാർട്ടിക്ക് നഷ്ടമായ പേരാവൂരിൽ അരക്കൈ നോക്കാം. അത് പക്ഷേ സമ്മതമല്ല. നിന്നാലുടൻ ജയിക്കണം. ലോകമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആതുര സേവന തൽപരത എന്താ പേരാവൂരുകാർക്ക് ഇഷ്ടമാകില്ലെന്നുണ്ടോ? ശൈലജ അവിടെ മത്സരിക്കുക തന്നെ വേണം. സണ്ണി വക്കീലിനെ അവിടെ മലർത്തി അടിക്കണം. ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേര ആവശ്യപ്പെടണം. അപ്പോൾ പാർട്ടി എന്തു പറയുമെന്ന് നോക്കാം. ശൈലജ തളിപ്പറമ്പിലേക്ക് ഒന്ന് നോക്കുക. ഗോവിന്ദൻ ഒഴിയുന്ന സീറ്റിൽ വരാൻ പോകുന്നത് ആരാണെന്നറിയാമോ? കാലൻ സാറിനെ യമലോകത്ത് നിന്നും കൈകൊട്ടി വിളിക്കാൻ കഴിവുള്ള PK ശ്യാമള. ഭർത്താവിൻ്റെ ഒഴിവിൽ ഭാര്യ. കുടുംബ ഭദ്രതയാണ് ഈ പാർട്ടിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം ഇപ്പോൾ. പക്ഷേ തൃക്കാക്കരയിൽ ഭർത്താവിന് പകരം ഭാര്യ ഉമാ തോമസ് വന്നപ്പോൾ എന്തൊരു പരിഹാസമായിരുന്നു. ഞങ്ങളങ്ങനെ പിന്തുടർച്ചാവകാശം നൽകുന്ന പാർട്ടിയൊന്നുമല്ല. വയനാട്ടിൽ ആങ്ങള പോയപ്പോൾ പെങ്ങള് വന്നു, അതിനും പരിഹാസം. PK ശ്യാമലയുടെ പേര് വന്നപ്പോൾ ഒന്നും ആരും എതിർത്തില്ല പോലും പാർട്ടിയിൽ. അവിടുത്തെ മറ്റൊരു സഖാത്തിയായ N സുകന്യയോ മറ്റോ ആ സമയം കമ്മിറ്റിയിലിരുന്ന് ഒന്ന് തുമ്മിയിട്ടുണ്ട്. അതിന് ചിലപ്പോൾ പാർട്ടി വിശദീകരണം ചോദിച്ചെന്നിരിക്കും. തലശ്ശേരിയിൽ സ്പീക്കറുടെ കഥയും കഴിച്ചു. കൊമ്പത്ത് കയറ്റി വെച്ചപ്പോഴേ മനസ്സിലായി ഇത് തീർക്കാനാണെന്ന്. സ്വരാജിനായി ഭയങ്കര മുറവിളി ഉയരുന്നുണ്ടത്രേ. നല്ല പ്രായത്തിൽ തന്നെ ഇലയും പൂവും കൊഴിഞ്ഞുപോയ ഒരു പൂമരമാണത്. എന്തുകൊണ്ടാണ് ശൈലജയ്ക്ക് പിണറായി മട്ടന്നൂരിലിട്ട് പണി കൊടുത്തത്? അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ആളെക്കൊല്ലി നവകേരള സദസ്സുമായി പിണറായി വിജയൻ നാടുനീളെ നടന്ന കാലം. യാത്ര മട്ടന്നൂരിലെത്തിയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. അത് കണ്ട് ഹരം കയറിയ ശൈലജയുടെ ഭർത്താവും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ K ഭാസ്കരൻ പിണറായി വിജയനോട് സ്വകാര്യമായി പറഞ്ഞുപോയി, എന്തൊരു ആൾക്കൂട്ടമാണ് സഖാവെ മട്ടന്നൂരിൽ. തൻ്റെ ഭാര്യയുടെ ജനപ്രീതി പിണറായി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു പുള്ളിക്കാരന്. ഇതിന് മറുപടിയായി മൈക്കിലൂടെ പിണറായി പറഞ്ഞത്, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു, അതിലെന്താ ഇത്ര പുതുമ എന്നായിരുന്നു. പിണറായി സൂര്യനെ ഒരു നോക്ക് കാണാൻ ഏത് കൃഷ്ണപക്ഷത്തിലും ആളുണ്ടാകും. പാവം ഭാസ്കരൻ ഇതുവല്ലോ അറിയുന്നുണ്ടോ? താനെന്തോ വലിയ ജനകീയ മുഖമാണെന്നും ഞാൻ എന്ത് കള്ളത്തരം പറഞ്ഞാലും തള്ളു നടത്തിയാലും ജനം അതെല്ലാം വിശ്വസിക്കുമെന്നുമുള്ളൊരു തെറ്റായ ധാരണ ഈ ശൈലജയ്ക്കുണ്ട്. അത് നാട്ടുകാർ തിരുത്താനൊന്നും പോയില്ലെങ്കിലും പിണറായി റദ്ദാക്കി കളഞ്ഞു. ഗോവിന്ദഭക്തി ശ്യാമളയ്ക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് സച്ചിൻ ദേവിൻ്റെ ഭാര്യയ്ക്ക് മത്സരിച്ചുകൂടാ? ആ കുട്ടിയുടെ പേര് ലിസ്റ്റിൽ എങ്ങും കയറിയിട്ടില്ല. എവിടുന്നൊക്കെ പുരസ്കാരങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന ആളാണെന്ന് നോക്കണം. ഇതുവരെ എന്തുകൊണ്ടാണ് യുവസഖാക്കൾ മുദ്രാവാക്യം വിളിച്ച് ആര്യ രാജേന്ദ്രന് വേണ്ടി തെരുവിൽ ഇറങ്ങാത്തത്? എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഗോവിന്ദൻ പറഞ്ഞത് നിയമസഭയിലും പാർലമെൻറ്റിലും പോകാമല്ലോ എന്നായിരുന്നു. ഈ രണ്ടിടത്തേക്കും എങ്ങനെ പോകുമെന്ന് മാത്രം പുള്ളി പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ കുട്ടിക്ക് അടുക്കളയിലേക്ക് പോകേണ്ടതായി വന്നു. കേരളത്തിലെ നിസ്സഹായരായ സ്ത്രീകൾക്ക് പിറക്കാതെ പോയൊരു മകനാണ് 80 വയസ്സുള്ള പിണറായി. ഇതായിരുന്നല്ലോ ടീച്ചറമ്മയുടെ ഒടുക്കത്തെ തള്ള്. ആ മകൻ എന്തുകൊണ്ടാണ് ടീച്ചറെ നിങ്ങളുടെ കണ്ണീര് മാത്രം കാണാതെ പോകുന്നത്? പിണറായി വിജയൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പാവം ശൈലജ നേരം വെളുക്കുമ്പോൾ മുതൽ പുളുവടിയുമായി ഇറങ്ങിയിട്ടുള്ളത്.
അതിൻ്റെ ഫലം എന്താ? നാട്ടുകാർ മുഴുവൻ പുച്ഛിച്ചു.